കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലത്തിങ്കൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. കഴിഞ്ഞ രാത്രി നാം ക്ഷമത്തോടെ ഉറങ്ങി ഈ പ്രഭാതത്തിൽ ഉണരുവാൻ ദൈവം നമ്മെ സഹായിച്ച വലിയ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നിമിഷം വചനദീപ്തിയുടെ പ്രേക്ഷകരോടൊത്ത് നമുക്ക് പിന്നെയും കർത്താവിന്റെ സാക്ഷിയാകുവാൻ കർത്താവ് സഹായിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തിങ്കൽ വചനദീപ്തിയുടെ സാക്ഷ്യ കൂടാരത്തിലേക്ക് ഒരു അനുഗ്രഹീതയായ കർത്തദാസി തന്റെ അനുഭവ സാക്ഷ്യം പങ്കിടുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. തന്റെ ദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തികച്ചും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്തദാസി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. മാത്രമല്ല, കർത്താവിന്റെ ദാസി ഞങ്ങളുടെ ഡിസ്ട്രിക്ട് തലത്തിലെ ലേഡീസിന്റെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, വിവിധ നിലകളിൽ കർത്തദാസിയെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളോടൊത്ത് തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെയും തനിക്ക് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അനേക ഇടങ്ങളിൽ സാക്ഷിക്കുവാനും സാക്ഷിച്ചതുമായ വിധങ്ങളെക്കുറിച്ചും അനേക വിടുതലുകളുടെ അനുഭവ സാക്ഷ്യം തന്റെ ജീവിതത്തിലുണ്ട്. അവയൊക്കെയും നമ്മോടൊത്ത് പങ്കിടുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുകയാണ്. കർത്തദാസിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തിങ്കൽ കർത്തദാസിയെ ഞങ്ങൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഈ സാക്ഷ്യ കൂടാരത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അപ്പന്റെ പാദാന്തിക്ക് അടുത്ത് വരികയാണ്. കർത്താവെ, അങ്ങയുടെ മകളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും കാലാകാലങ്ങളിൽ ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ മകളെ ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ഉപയോഗിക്കണമേ. ഇത് അനേകായിരങ്ങൾക്ക് ഒരാശ്വാസമായി തീരുവാൻ സ്വർഗമിടയാക്കും. തന്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ പ്രാർത്ഥന ചോദിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. കർത്താവിന്റെ ദാസി സിബി രാജുവിനെ ഇന്ന് പകൽക്കാലത്തിങ്കൽ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയുടെ ബാല്യകാല സ്മരണകളും നല്ല കർത്താവ് നടത്തിയ വിധങ്ങളെ കുറിച്ചും ഒക്കെ ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രേക്ഷകരോട് പങ്കിടുവാൻ സമയമുണ്ട്. അതേ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി കർത്തദാസിക്ക് ഈ പകൽക്കാലം സാക്ഷ്യത്തിനായിട്ട് സമയങ്ങൾ വേർതിരിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസി സാക്ഷ്യങ്ങൾ പങ്കിട്ടാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല ദിവസത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതായ കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് വചനദീപ്തിയിലെ സാക്ഷ്യ കൂടാരത്തിലേക്ക് എന്നെയും അമേൻ വിളിച്ച അമേൻ പ്രത്യേകാല് അമേൻ ബീനാന്റെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അനേകരുടെ കൂടെ ഈ സാക്ഷ്യ കൂടാരത്തിൽ കർത്താവ് നടത്തിയ വിധങ്ങളെ, കൊണ്ടുവന്ന വിധങ്ങളെ, സുവിശേഷത്തിന്റെ സത്യത്തിലേക്ക് നടത്തിയതായ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. അതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധി നമുക്ക് ലഭിക്കുന്നതായ സമയങ്ങളൊക്കെയും അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്ന് നമ്മളെ കൊണ്ടുവന്ന, നമുക്ക് യാതൊരു വിധമായ സാഹചര്യങ്ങളോ അവസ്ഥകളോ ഒന്നുമില്ലായിരുന്ന ഇടത്തു നിന്ന് ഇത്ര വലിയ സ്നേഹത്തിലേക്ക് നമ്മളെ തേടി വന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ നമ്മുടെ മുന്നിൽ തന്നതായ കർത്താവിനെ വാഴ്ത്തുവാൻ കർത്താവ് നൽകുന്ന എല്ലാ നല്ല സന്ദർഭങ്ങളും അത് അല്ലെങ്കിൽ അനേകർക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില്, ഈ ലോക ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ്, നമ്മളെ ജനിച്ച് വളർത്തപ്പെട്ട് ആമേൻ പലവിധമായ സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു വരും. എന്നാൽ ജീവിതത്തിന്റെ തിക്ത അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അനേകരുടെ ആശ്വാസം പല വിധത്തിലായി അനേകർ പലതിൽ ആശ്വസിക്കാനുണ്ട്. എന്നാൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ സ്വർഗ്ഗസ്ഥനായ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന പലരും നമ്മളെ വിട്ടുപോകും. അല്പമായ കാലങ്ങളിൽ നമ്മളെ ആശ്വാസത്തിന്റെ വാക്കുകൾ പറയാം, ചില സാഹചര്യങ്ങളിൽ നമ്മളെ കൈത്താങ്ങാം. ഇങ്ങനെയൊക്കെ അല്പമായി മനുഷ്യരിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനിടയാവും.
പിന്നത്തേത് കഷ്ടങ്ങളുടെ ആഴത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ, ചില രോഗത്തിന്റെ അനുഭവങ്ങൾ നമ്മളെ കീഴടക്കുന്ന സമയങ്ങളിൽ നമുക്ക് ആശ്വാസം തരുവാൻ കഷ്ടങ്ങളിൽ ഞാൻ ഏറ്റവും അടുത്ത തുണയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസല്ലോ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ഇരിക്കുന്നവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് വൽക്കാലം സ്തോത്രം, എന്റെ അനുഭവ സാക്ഷ്യത്തോട് ചേർന്ന് ഈ വലിയവനായ യേശുവിനെ ഉയർത്തുവാൻ, അനേകരുടെ മധ്യത്തിൽ വിടുവിച്ച കർത്താവിനെ ഉയർത്തുവാൻ ഈ ലഭിച്ച സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. വളരെ പുരാതനമായ ഹല്ലേലൂയ ക്രൈസ്തവ പാരമ്പര്യത്തിൽ തന്നെ ജനിച്ച് വളർത്തപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ മാതാപിതാക്കള്, ഞങ്ങൾ 3 മക്കളായിരുന്നു. സ്തോത്രം. അവരിൽ ഏറ്റവും ഇളയവളാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വളരെ ആത്മീയ പശ്ചാത്തലം ആയിരിക്കുമ്പോൾ തന്നെ വളരെ ആത്മീയ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ വളർത്തപ്പെടുവാൻ ഇടയായത്. ഞങ്ങളുടെ ഫാദർ, മദർ, മാത്രമല്ല ഗ്രാൻഡ് പേരൻസ്, ഇവരെല്ലാം വളരെ ആത്മീയമായ പൈതൃകമുള്ള ഒരു കുടുംബമായിരുന്നു. ഞങ്ങളെ വളരെ പഥ്യോപദേശത്തിലാണ് മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിയെടുത്തത്. ചെറുപ്രായത്തിൽ തന്നെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തില് ഞങ്ങളെ വളർത്തിയെടുക്കുവാൻ ഇടയായി. അതുകൊണ്ട് ഞങ്ങൾ വളരും തോറും ദൈവകൃപ ഞങ്ങളിലേക്ക് പകരപ്പെട്ട ചില അനുഭവങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ വളർന്നു വരുവാൻ ഇടയായത്. കൂട്ടായ്മകളും ഐക്യ കൂട്ടായ്മകളും ഒക്കെ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ ഞങ്ങൾ അതിലൊക്കെ ഞങ്ങള് സഭകളിലെ ആരാധനകളിലും, അതുകൊണ്ട് വളരുന്ന സൺഡേ സ്കൂള്, യൂത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായി ഞങ്ങളെ ചേർത്ത് അങ്ങനെ ആ ഒരു വളരെ ആത്മീയ പശ്ചാത്തലത്തിൽ തന്നെ വളർത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അതുപോലെ തന്നെ ശിശു സ്നാനമാണല്ലോ മർത്തോമയിലൊക്കെ ഉള്ളത്. സ്തോത്രം. അതിന് ശേഷം 15, 16 വയസ്സാകുമ്പോയപ്പോൾ ഞങ്ങളുടെ രക്ഷയുടെ അനുഭവത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാനും രക്ഷിക്കപ്പെടണമെന്നുള്ളതായ സത്യത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ 10, 16 വയസ്സുകള് ഒക്കെ ആയ സമയങ്ങളില് ഞങ്ങളുടെ രക്ഷയുടെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞു തരികയും അങ്ങനെ ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അത് ഞങ്ങളുടെ കുടുംബത്തില് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നത് കൊണ്ട്, അതുപോലെ തന്നെ മർത്തോമ സഭയിലായിരിക്കുമ്പോഴും നമ്മൾ ഇന്ന് കുർബാന കൊള്ളുക എന്നുള്ളതായ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ രക്ഷയുടെ അനുഭവം തന്നതിന് ശേഷമാണ് അന്ന് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെ വളരെ ആത്മീയമായ പശ്ചാത്തലത്തിൽ വളർത്തപ്പെടുവാൻ ഇടയായി. പിന്നത്തേത് ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിലേക്കൊക്കെ കടന്നു വന്ന് അങ്ങനെ കോളേജിൽ കടന്നു പോകുന്ന സമയങ്ങളിലൊക്കെ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ ഉണ്ട്, യൂത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെറുപ്രായത്തിലുണ്ടായിരുന്ന ആത്മീയ തീഷ്ണത ഒക്കെ അല്പമായി മാറിപ്പോകുവാൻ ഇടയായി. കൂട്ടുകാരുമായി സ്തോത്രം, കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് ലോകത്തിന്റെ ചില കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പരിധി വിട്ടുള്ള യാതൊരു വിധമായ അനുഭവങ്ങളിൽ കടന്നു പോകാൻ ഇടയായില്ല. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ നിയന്ത്രിച്ചു തന്നെ കൊണ്ടുപോകാനിടയായി. അങ്ങനെ ആ കോളേജ് വിദ്യാഭ്യാസ കാലങ്ങളിലൊക്കെ ആയിരുന്നപ്പോഴും ദൈവസന്നിധി വിട്ടുള്ള ജീവിതത്തിലൊന്നും പോകാൻ ഇടയായില്ല. അങ്ങനെ തന്നെ സ്തോത്രം കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം കർത്താവ് സാവകാശം ഒരുക്കി. അങ്ങനെ മാതാപിതാക്കൾ തന്നെ ആലോചനകൾ കടന്നു വരുവാനും അങ്ങനെ കോട്ടയത്ത് ഞങ്ങളെ പുതുപ്പള്ളി അഞ്ചേരിയാണ് എന്റെ കുടുംബം വീടൊക്കെ, എന്റെ സ്വന്തം വീട്. എന്നാലും അങ്ങനെ ഞങ്ങൾ കോട്ടയത്തിലേക്ക് വിവാഹം കഴിച്ച് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ യാക്കോബായ, പുരാതന യാക്കോബായ കുടുംബത്തിലേക്കാണ് എന്നെ വിവാഹം കഴിച്ചയക്കുവാൻ തക്കവണ്ണം ഇടയായത്. പ്രിയമുള്ളവരെ, ആ ജനനം മുതല് നമ്മളായിരുന്നതായ ആ സാഹചര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യങ്ങളിലേക്കാണ് ഞാൻ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായത്. വ്യത്യസ്തം എന്ന് പറയുമ്പോൾ തന്നെ ആരാധനയുടെ പ്രാർത്ഥന, ആ ജീവിത രീതിയിലും വളരെ വ്യത്യസ്തത ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാല് യാക്കോബായ പാരമ്പര്യ യാക്കോബായ കുടുംബമായതുകൊണ്ട് അവര് കർമാരാധനകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെന്തക്കോസ് അനുഭവം പോലെ തന്നെയായിരുന്നു മർത്തോമായി ഞങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ട അനുഭവങ്ങളിലും. അതുകൊണ്ട് അവിടെ വന്നപ്പോൾ എന്താണ് നേർച്ചകളും കാഴ്ചകളും അങ്ങനെയുള്ളതായ ചില അനുഭവങ്ങളും മാത്രമല്ല കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലും വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥനകളും രാവിലെ പകല് വെളുപ്പിനെയും എല്ലാം പ്രാർത്ഥനകളും ഇവിടെയും അതൊക്കെ ഉണ്ടെങ്കിലും വിളക്കൊക്കെ കത്തിച്ചു വെച്ച് അങ്ങനെയുള്ളതായ ആരാധനകളായിരുന്നു ഇവിടെ വന്നപ്പോൾ. നമുക്ക് പൊരുത്തപ്പെടുവാൻ ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ട് തോന്നി.
പള്ളികളിൽ നേർച്ചകൾ കഴിക്കണം, പ്രാർത്ഥനകൾ കഴിക്കണം, ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ കടന്നു. മാത്രമല്ല വളരെ ആത്മീയമായ ഒരു പശ്ചാത്തലം അവിടെ ആയിരുന്നു കൊണ്ട് ലോകത്തിൻ്റെതായ എന്ന് പറഞ്ഞാല് അമ്മ സിനിമയ്ക്ക് കടന്നു പോകുകയോ അതുപോലെ മദ്യപാനം ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കുടുംബത്തിലില്ല. സഹോദരങ്ങളിലോ മാതാപിതാക്കളിലോ ഗ്രാൻഡ് പേരൻസിലോ ഒന്നും അങ്ങനെയുള്ളതായ അനുഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇവിടെ കടന്നു വന്നപ്പോൾ ഇവരാരാധനകളും പ്രാർത്ഥനകളും പള്ളിയിലുള്ളതായ ആരാധനകളൊക്കെ ഉണ്ട്. എന്നാൽ സ്തോത്രം ജീവിതത്തിന്റെ ലോകമയത്തിൽ ചേർന്നതായ ഒരു ജീവിതമായിരുന്നു. ആദ്യ കാലങ്ങളിൽ ഞങ്ങൾക്ക് പൊരുത്തപ്പെടുവാൻ വളരെ ബുദ്ധിമുട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ സിനിമയ്ക്ക് കടന്നു പോകും, അതുപോലെ തന്നെ ഇവരെല്ലാം നന്നായി മദ്യപിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അതിനോടൊക്കെ പൊരുത്തപ്പെടുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ വന്നാലും എന്ത് കാര്യത്തിനകത്തും എന്തുണ്ട്, മദ്യപാനമില്ലാത്ത ഒരു കാര്യമില്ല. സിനിമയ്ക്ക് കടന്നു പോകാത്ത എല്ലാ ആഴ്ചകളിലും പുതിയ പുതിയ സിനിമകൾ വരുമ്പോൾ കുടുംബമായി എല്ലാവരും സിനിമയ്ക്ക് പോകും. അങ്ങനെയുള്ളതായ ആത്മീയവും ലൗകികവും കൂടെ ഒരുപോലെ പോകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. അത് ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ ആദ്യമൊക്കെ ഉണ്ടായെങ്കിലും ജീവിതത്തിന്റെ കുടുംബ ജീവിതമാണല്ലോ, പിന്നത്തേതിൽ നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാനിടയായി. എന്നാൽ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവ് നമ്മളെ ആണെങ്കിലും അതെന്ന് വെച്ചാൽ എന്റെ വ്യക്തിപരമായ ജീവിതം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എന്റെ ചെറുപ്രായത്തിലാണെന്ന് പറഞ്ഞാല് പള്ളികളിലും ആരാധനകളൊക്കെ ഉണ്ടെങ്കിലും കൺവെൻഷനുകളൊക്കെ മാരാമൻ കൺവെൻഷൻ, പുതുപ്പള്ളി ഹോറേബ് കൺവെൻഷൻ, ഇതിലെല്ലാം ഞങ്ങൾ കടന്നു പോകും. അവിടെയൊക്കെ പോകുമ്പോൾ കർത്താവിനെ ഓരോരുത്തരും കടന്നു വന്ന് ദൈവവചന ശുശ്രൂഷിച്ചതിന് ശേഷം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി കൊച്ചു പ്രായത്തില് ഞാൻ എങ്ങനെ എന്താണ് 16 വയസ്സില് അറിവായ സമയത്ത് നമ്മൾ പറഞ്ഞത് കൂടാതെ കുഞ്ഞു പ്രായങ്ങളിലൊക്കെ ഓരോരുത്തർ ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ ഞാൻ കൈപൊക്കി കർത്താവിന് എന്നെ സമർപ്പിക്കുമായിരുന്നു. എനിക്ക് യേശുവിനോട് കൂടെ ജീവിക്കണം, കർത്താവിന്റെ വേല ചെയ്യണം, ഇങ്ങനെയൊക്കെ എന്റെ കൊച്ചു പ്രായത്തിൽ ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനെ സുവിശേഷം പറയുന്നവരെയൊക്കെ കാണുമ്പോൾ എന്തോ എന്നിൽ ആ ദൈവിക ഒരു വിളി എന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ പിന്നത്തേതി മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായി. എന്തുകൊണ്ടെന്നാൽ എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കൊന്നും കടന്നു പോകാൻ ഇടയായില്ല. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നത്തേതിൽ ഈ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയായി. പിന്നത്തേതിൽ മദ്യപാനം അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ, എന്റെ ഭർത്താവ് നന്നായി മദ്യപിക്കും, എന്റെ കുടുംബത്തിലുള്ള സഹോദര വർഗങ്ങളൊക്കെ നന്നായി മദ്യപിക്കും. അങ്ങനെയുള്ളതായി എന്ന് വെച്ചാൽ ബിസിനസ്സും അതിൻ്റെതായ പശ്ചാത്തലങ്ങളുമാണല്ലോ. എന്നാൽ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും അവരുണ്ടാക്കാറില്ല. എന്നാൽ ഹല്ലേലൂയ അവര് നന്നായി മദ്യപിക്കുന്നവരായി തീർന്നു. അത് പിന്നത്തേത്. എന്നാൽ നമ്മളെ കർത്താവ്, ഞാൻ മാറിയിരുന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഇത് ഈ ജീവിതത്തിൽ നിന്നൊരു വ്യത്യാസം ദൈവമേ നീ തരണമെന്ന്. അങ്ങനെ എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ നമുക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വരെ ഉണ്ടാക്കുകയോ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അങ്ങനെയുള്ളതായ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ സന്തോഷമായ ജീവിതങ്ങൾ മുന്നോട്ട് കടന്നുപോയി. എന്നാൽ കർത്താവ് നമ്മെ കണ്ടതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ചില പ്രശ്നങ്ങളിൽ കൂടി പിന്നത്തേതി കർത്താവ് കൊണ്ടുപോകാൻ തക്കോണമിടയായി. എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ ബിസിനസിന്റെ വിശാലതകളിലേക്ക് താൻ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായി. പുതിയ പുതിയ ബിസിനസ്സുകൾ താൻ ഇടുവാൻ തക്കോണം ഇടയായി. പിന്നത്തേതിൽ തികഞ്ഞ മദ്യപാനിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഹല്ലേലൂയ. അങ്ങനെ പുതിയ ബിസിനസ്സുകളും പുതിയ കാര്യങ്ങളും ഉള്ളത് കൂടാതെ പുതിയതായ ബിസിനസ്സുകൾ താൻ ആരംഭിച്ച് മുന്നോട്ട് പോന്നപ്പോൾ തനിക്ക് തനിയെ കൊണ്ടുപോകാൻ കഴിയാത്ത പല ജോലിക്കാരും മറ്റുള്ളവരെ താൻ ഏൽപ്പിക്കുവാൻ തക്കോണം ഇടയായി. പിന്നത്തേതിൽ വലിയ നഷ്ടത്തിലേക്കും കഷ്ടത്തിലേക്കും തന്നെ കൊണ്ടുപോകാനിടയിൽ വലിയ പ്രതിസന്ധികൾ തന്റെ ബിസിനസ് മണ്ഡല മേഖലയിൽ കടന്നു വന്നു. അപ്പോഴൊക്കെ താൻ പള്ളിയിൽ ഭയങ്കര ഭക്തനാണ്, മദ്യപിക്കും എല്ലാം ഉണ്ടെങ്കിലും പള്ളിയിൽ ഭയങ്കര ഭക്തനാണ്, നേർച്ചകളും കാഴ്ചകളുമായി താൻ അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നാൽ വലിയ തുകകള്, വലിയ സാമ്പത്തിക പരാജയം തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആദ്യമൊന്നും പരാജയം തന്നെ കീഴടക്കില്ല. എന്തുകൊണ്ടെന്നാൽ തന്റെ കരത്തിൽ മറ്റു ബിസിനസിന്റെ പണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് തനിക്ക് ഉണ്ടായില്ല. അതിനൊക്കെയും പരിഹരിപ്പാൻ തക്കോണം ഇവിടെ പുതിയൊരു കാര്യം താൻ ചെയ്തു വരുമ്പോഴും അതുമെല്ലാം നഷ്ടത്തിലേക്കും കഷ്ടത്തിലേക്കും തന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. അത് പിന്നത്തേത് വളരെ ബുദ്ധിമുട്ടിലേക്കും പ്രശ്നത്തിലേക്കും തന്നെ കൊണ്ടുപോകുവാനിടയായി. നിരാശകളും ഭാരങ്ങളും അങ്ങനെ കുടുംബത്തിൽ ഉണ്ടാകുവാനിടയായി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത് പോലെ സങ്കീർത്തന
സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ, നിന്റെ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ അത് ഗുണമായി തീർന്നെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ചില കഷ്ടങ്ങളും ഭാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അത് നമ്മളെ തകർത്ത് കളയുവാനല്ല. നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പന്താവുണ്ട്, കർത്താവ് ആഗ്രഹിക്കുന്നതായ ചില വഴികളുണ്ട്, അതിലേക്ക് നമ്മളെ നടത്തുവാനാണെന്ന് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുവാൻ തക്കോണം ഇടയായി. ചെറുപ്രായത്തിൽ കർത്താവിനെ വിളിച്ച് വേർതിരിച്ച ആ സത്യത്തിലേക്ക് താൻ മടങ്ങി വരേണ്ടത് ആവശ്യമായിരുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ആഞ്ഞടിച്ച സമയങ്ങളിൽ ആമേൻ ഹല്ലേലൂയ നിരാശകളും ഭാരങ്ങളൊക്കെ ജീവിതത്തിൽ അല്പമായി കടന്നു വന്നു. ആമേൻ എന്തുകൊണ്ടെന്ന് ആ ജീവിതം വളരെ ആമേൻ കലുഷിതമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ആ വേദനകളിൽ കൂടി കടന്നു പോകുമ്പോ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോ ആമേൻ ഹല്ലേലൂയ ആമേൻ വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്ന ചില മാതാക്കളെ കണ്ടുമുട്ടുവാൻ എന്റെ ജീവിതത്തിൽ ഇടയായി. അവർ മുഖേന ഞാൻ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാൻ അവരിവിടെ അവൻ കടന്നു പോകാൻ ഇടയായി. അങ്ങനെ പ്രാർത്ഥന വീണ്ടും എന്റെ ജീവിതത്തിൽ മങ്ങിക്കിടന്നതായ ആത്മീയ അനുഭവങ്ങളെ കർത്താവ് പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. ആ പ്രാർത്ഥനകൾ കൂട്ടിവരവുകൾ എന്റെ ജീവിതത്തിന് ആശ്വാസമായി തീർന്നു. ഉപവാസങ്ങളും പ്രാർത്ഥനകളും എന്റെ ജീവിതത്തിൽ തന്ന് നഷ്ടമായി പോയതായ ആത്മീയ അനുഭവങ്ങളെ മടക്കിയെടുക്കുവാൻ അത് കാരണമായി തീരുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സ്തോത്രം, നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും ആമേൻ ആരെ ജീവിത നിരാശയിലും ഭാരത്തിലും ആക്കി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിത നൈരാശ്യത്തിലേക്ക് താൻ കടന്നു പോകുകയില്ല. യേശുവിന്റെ വാദപീഠത്തിങ്കൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല എന്ന് ഇന്ന് പൽക്കാലം എന്റെ സാക്ഷ്യത്തിൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഏത് പ്രശ്നത്തിനും പരിഹാരം യേശുവിന്റെ പാദപീഠത്തിൽ ഉണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഹല്ലേലൂയ ആരെങ്കിലും എന്നെ കേൾക്കുന്നവര് ചില കടഭാരങ്ങൾ നിമിത്തമോ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ നിമിത്തമോ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ജീവിതം അമേൻ ഹല്ലേലൂയ നഷ്ടപ്പെടുത്തി കളയുവാൻ ചിന്തിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, മരണം ഒന്നിനും പരിഹാരമല്ല, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായ ആമേൻ ഹല്ലേലൂയ നിത്യത നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന ചില അനുഭവങ്ങളിലേക്ക് അവിടെ നമുക്ക് സ്വസ്ഥതയൊന്നും ലഭിക്കുന്നില്ല. ഉള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സകലത്തിനും പരിഹാരകൻ നമ്മുടെ യേശു മാത്രമാണ്. ആമേൻ യേശുവിൽ കൂടിയാണ് നമ്മുടെ രക്ഷയും സമാധാനവും സ്വസ്ഥതയും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ കടന്നു വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ നൽകിയ ദൈവത്തിന്റെ വചനം. ഇവിടെ യേശു മാത്രമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിരിക്കുന്നവരെ ആമേൻ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ആശ്വാസവാക്കുകള് ആമേൻ അവരുടെ കൈത്താങ്ങലുകൾ ആമേൻ അല്പമായി മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. നമ്മുടെ നിത്യമായ പ്രശ്നത്തിന്റെ പരിഹാരകൻ എന്റെ യേശു മാത്രമാണ്. എന്റെ ജീവിതാനുഭവമാണ് ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മനുഷ്യന്റെ ആശ്രയങ്ങളൊക്കെ അല്പമായ ആശ്വാസങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലും കടന്നു വരുവാനിടയായി. സഹോദരങ്ങൾ അല്പമായി ഞങ്ങളെ സഹായിപ്പാനിടയായി. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകരായി കടന്നു വന്നു. എന്നാൽ പിന്നെ തൊടുന്നതൊക്കെ ജീവിതത്തിൽ നഷ്ടത്തിലും കഷ്ടത്തിലുമായി മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാത്ത വിധത്തിൽ എന്നെ ആമേൻ ദാവീദ് പറയുന്നത് പോലെ നീ എന്റെ മുൻപും പിൻപും അടച്ചു, നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നെന്ന് പറഞ്ഞതുപോലെ ചില അനുഭവത്തിൽ കൂടി കടന്നുപോയി. പ്രിയമുള്ളവരെ, ഒന്ന് ഞാനത് അറിയുന്നു, ചിലതിനെ പുറത്തെടുത്ത് കൊണ്ടുവരണമെങ്കിൽ രക്ഷയുടെ വെട്ടത്തിലാക്കി തീർക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ആമേൻ രോഗസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എങ്കിൽ അതിലേക്ക് നയിക്കപ്പെടുന്ന ചില അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതയെന്ന് ഞാൻ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ് പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവനെ വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവരുക. തന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഒരിക്കലും ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്കോ ആമേൻ രക്ഷാനിർണയം പ്രാപിച്ചുള്ള ജീവിതത്തിലേക്കോ പ്രിയപ്പെട്ടവൻ കടന്നു വരുവാൻ യാതൊരു സാധ്യതയും തന്റെ ജീവിതത്തിൽ ഇല്ല. പ്രിയമുള്ളവരെ, എന്നാൽ ദൈവത്തിന് തന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ടും ദൈവത്തിന് തന്നെ കുറിച്ച് ഒരു ഹിതം ഉണ്ടായിരുന്നത് കൊണ്ടും ആമേൻ ഹല്ലേലൂയ ഇങ്ങനെയുള്ള സാഹചര്യം തന്റെ ജീവിതത്തിൽ വന്നു. ഇങ്ങനെ പിന്നത്തേത് ഹല്ലേലൂയ തന്റെ ബിസിനസ്സിലെ കഷ്ടങ്ങളും കടഭാരങ്ങളും ആമേൻ ഹല്ല അത് പ്രശ്നമായി കേസായി പ്രതിസന്ധിയായി വളരെ ആമേൻ പ്രശ്നങ്ങളിൽ കൂടി താൻ കടന്നു പോകുന്ന അനുഭവം ഉണ്ടായി. ആ സാഹചര്യങ്ങളിൽ പിന്നത്തേതിൽ താൻ പുതിയൊരു ബിസിനസിന് വേണ്ടി താൻ ആരംഭിക്കുമ്പോൾ എന്നാൽ അതിന്റെ ആ ഷോർട്ട് ടൈമില് ഞാനൊരു വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. ഞാൻ കൂടി വന്ന പ്രാർത്ഥനകളും കൂടി വരവുകളും
എന്നെ ഹല്ലേലൂയ വിശ്വാസ സ്നാനം അതിലേക്ക് എന്നെ നയിക്കുവാൻ തക്കവണ്ണം ഇടയായി. കുടുംബത്തെ ഇവരാരും അനുവദിക്കില്ല. ആമേൻ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാം, കൂടിവരവുകൾക്ക് കടന്നു പോകാം, എന്നാൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ആമേൻ ബന്ധുക്കോസ് ആരാധനയെ കടന്നു പോകുവാൻ ആരും സമ്മതിക്കയില്ലായിരുന്നു. ആ സാഹചര്യങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥനയ്ക്ക് കടന്നതാൽ സ്നാനത്തെ കുറിച്ച് ആമേൻ സ്നാനപ്പെടുന്നതിന് മുമ്പേ ഞാൻ അഭിഷേകം പ്രാപിച്ച് ദൈവകൃപ എന്റെ മേൽ കർത്താവ് പകരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരുന്നു. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സാഹചര്യങ്ങൾ, കുടുംബത്തിൽ ആരും സമ്മതിക്കാതിരുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് സ്നാനപ്പെടുവാൻ ചില അവസരം ലഭിച്ചത് കൊണ്ട് ഞാൻ സ്നാനപ്പെടുവാൻ ഇടയായി. ഞാൻ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായി, പ്രശ്നങ്ങൾ ഉണ്ടായി, കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടു. ആമേൻ പുറത്ത് ആമേൻ ഹല്ലേലൂയ പ്രിയപ്പെട്ടവൻ ഭവനം വിട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി. എന്ന് തിരിച്ചു പള്ളിയിൽ വരുമോ, അല്ല എങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് മടങ്ങി വരുമോ, അന്ന് മാത്രമേ താൻ ഭവനത്ത് കടന്നു വരികയുള്ളൂ എന്ന് പറഞ്ഞ് താൻ ഭവനത്തിൽ നിന്ന് കടന്നു പോകാൻ ഇടയായി. പ്രിയമുള്ളവരെ, അവിടെയും എന്റെ കർത്താവിനെ നിർത്തി ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു. ആമേൻ പിന്നത്തേത് ചില 2, 3, 4, 5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഹല്ലേലൂയ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. തുടർന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കർത്താവ് ഈ രക്ഷയിലേക്ക് നടത്തണം. എന്നാൽ അദ്ദേഹം പിന്നെയും ബിസിനസ്സുകളൊക്കെ നടത്തി പോകുന്നല്ലോ, വലിയ പ്രശ്നങ്ങൾക്കൊക്കെ ആശ്വാസമായി. അതുകൊണ്ട് പിന്നെയും നമ്മളുടെ ആത്മീയമായ അനുഭവങ്ങൾ താൻ കടന്നു വരുന്നില്ല. പിന്നെ തന്റെ ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ താൻ പുതിയതായ പിന്നെയും സംരംഭങ്ങൾ താൻ ആരംഭിച്ചു. അതിലെല്ലാം പരാജയം. പിന്നെ തേതി വന്ന് പുതിയതൊന്ന് തുടങ്ങാൻ സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ പറയുവാനിടയായി. നേർച്ചകളും കാഴ്ചകളും പള്ളിയിലെ ആരാധനകളിലൊക്കെ താൻ ഹാലിലായിരുന്നല്ലോ. ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദൈവദാസന്റെ അടുക്കൽ വന്നൊന്ന് ആലോചന ചോദിക്കുവാൻ കടന്നു വരാമോ? ദൈവാത്മാവ് പറയുന്നെങ്കിൽ മാത്രം ചെയ്യുക. അവസാനമായി താൻ ചെയ്യാൻ പോകും നമ്മുടെ കരങ്ങളിലുള്ളതും ഇല്ലാത്തതും ബാങ്കുകളിൽ ലോൺ എടുത്തുമാണ് താൻ ചെയ്യാൻ പോകുന്നത്. പിന്നത്തേതിൽ പിന്നെയും നഷ്ടവും കഷ്ടവും വന്നാൽ ഇനിയും പിടിച്ചു നിൽപ്പാൻ നന്മയുടെ മുന്നിൽ ഒന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതമെന്ന് ചോദിക്കുവാൻ നിങ്ങൾ പെന്തക്കോസ്തിലൊന്നും ആരാധനയ്ക്ക് കടന്നു വരണ്ട, ഈ ദൈവഹിതം ഒന്ന് അറിയുവാൻ ദേവാലയം എന്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നത് കൊണ്ട് അദ്ദേഹം കടന്നു വരുവാനിടയായി. ആമേൻ. അങ്ങനെ ദൈവദാസന്റെ അടുക്കൽ ഞങ്ങൾ കടന്നു പോകി. അദ്ദേഹം ആമേൻ സ്തോത്രം, ഞാൻ കടന്നു പോകുന്ന ദൈവസഭയില് ആ ദൈവദാസന്റെ അടുക്കൽ ആമേൻ കടന്നു പോകാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ ആയിരിക്കുന്ന ദൈവദാസന് സകല കാര്യങ്ങളും അറിയാമല്ലോ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും, കുടുംബത്തിന്റെ വിഷയങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ എങ്ങനെ അവിശ്വസിക്കുന്നത്? അദ്ദേഹത്തിന് എല്ലാ കാര്യം അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം നോ പറയും. അപ്പോൾ ഞാൻ അതെങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ട, മറ്റൊരു ദൈവദാസന്റെ അടുക്കൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ മറ്റൊരു ദൈവദാസന്റെ അടുക്കൽ, കുടുംബത്തിന്റെ കാര്യമോ ഇദ്ദേഹത്തെ കുറിച്ചുള്ള അറിവുകളോ ഒന്നുമില്ലാത്ത ഒരു ദൈവദാസന്റെ അടുക്കൽ ദൈവിക ആലോചനയ്ക്കായി ഞാൻ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഇടയായി. അങ്ങനെ അവിടെ കടന്നു ചെന്നപ്പോ ദൈവാത്മാവ് അദ്ദേഹത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല. നേരത്തെ ആമേ ബിസിനസ് ചെയ്ത കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ദൈവാത്മാവ് ശക്തമായി ആ വിഷയങ്ങൾ തന്നോട് ഇടപെടുവാനിടയായി. താനായിരുന്ന അനുഭവങ്ങളെ കുറിച്ച് തന്നോട് ഇടപെടുവാനിടയായി. താൻ പോലും അറിയാഞ്ഞ ചില അനുഭവങ്ങൾ ആമേ തന്റെ ജീവിതത്തിലെ മരണത്തിന്റെ ചില താഴ്വരകൾ കടന്നു വരാമായിരുന്നു. ആക്സിഡന്റുകൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അവിടെയൊക്കെ താങ്ങിയ കരം ദൈവാത്മാവ് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ താൻ വെളിപ്പെടുത്തിയപ്പോ അല്പമായി താൻ അത്ഭുതപ്പെട്ടു പോകുവാൻ ഇടയായി. അതിനുശേഷം താനോട് പറഞ്ഞു താൻ ബിസിനസ് ചെയ്യും, അതിനൊരു നീക്കുപോക്ക് വരും. എന്നാല് പിന്നത്തെ ഷോർട്ട് ടൈം കഴിയുമ്പോ വലിയ തകർച്ചയിലേക്ക് കടന്നു പോകും. അദ്ദേഹം കണ്ട വെളിപ്പാടൊക്കെ അദ്ദേഹത്തോട് പറയുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ കൃപയാല് ഹല്ലേലൂയ താൻ ആ ബിസിനസ് ചെയ്യാതെ ചെയ്യുന്നില്ല എന്ന തീരുമാനമെടുപ്പാനിടയായി. പിന്നത്തേത് ദൈവദാസൻ ഇങ്ങനെ പറയുവാനിടയായി, നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ വന്ന് പ്രാർത്ഥിപ്പാൻ പറഞ്ഞു. എന്തോ ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ സമയവുമായപ്പോ അതുകൊണ്ട് അദ്ദേഹം കടന്നു ചെന്നിരുന്ന് തന്റെ പ്രയാസ ഘട്ടങ്ങളിൽ തന്നെ ആ ദൈവദാസന്റെ അടുക്ക പോയിരുന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി. അങ്ങനെ ദൈവവചനത്തിന്റെ സത്യങ്ങളെ താൻ ഗ്രഹിപ്പാനിടയായി. സുവിശേഷ സത്യം എന്താണെന്ന് അറിയുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഹല്ലേലൂയ പയ്യെ ഓരോ ദിവസങ്ങൾ വെള്ളിയാഴ്ച പ്രാർത്ഥനകളായി അങ്ങനെയുള്ള കൂടിവരവുകൾക്ക് താൻ കടന്നുപോയി. ആമേ പള്ളിയിലും പോകും, ആമേ വെള്ളിയാഴ്ച ആലയങ്ങളിലും കടന്നു പോകും. അങ്ങനെയുള്ള സാഹചര്യം. പിന്നത്തേത് താൻ പൂർണ്ണമായി ദൈവസന്നിധിയിൽ കടന്നു വരുവാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് താൻ നടത്തപ്പെടുവാനും രക്ഷാനിർണയം പ്രാപിപ്പാനും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സാക്ഷീകരിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ താൻ പാദം വെക്കുവാൻ ഇടയായി. തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു പ്രിയമുള്ളവരെ. എങ്ങനെ ഇതിൽ നിന്ന് താൻ വിടുതൽ പ്രാപിക്കുമെന്ന് ഓർത്തതായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഹല്ലേലൂയ സ്വർഗ
സ്വർഗത്തിലെ ദൈവം താൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് തന്റെ ഹൃദയത്തിൽ കടന്നു വരുന്ന സമയങ്ങളിൽ തന്നെ അത് കർത്താവ് തന്നെ എടുത്തു മാറ്റുവാൻ ഇടയായി. ദൈവത്തിന്റെ പദ്ധതി തന്നെ വെളിപ്പെടുവാൻ ഇടയായി. ആമേൻ. ഹല്ലേലൂയ. ദൈവസ്ഥാനിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നടത്തപ്പെട്ട് വിശ്വാസ ജീവിതത്തിൽ താൻ കടന്നു വന്നു. എന്നാൽ പ്രിയമുള്ള ഒരു വിശ്വാസ ജീവിതത്തിന്റെ പാതകൾ താൻ മുന്നോട്ട് വെച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോ പിന്നെയും തന്റെ ജീവിതത്തിൽ നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ ഞങ്ങളുടെ കൂടാരത്തിൽ പ്രശ്നങ്ങളിലേക്ക് കടത്തപ്പെട്ടു. തന്റെ ബിസിനസ്സുകളിൽ എല്ലാം പരാജയമായി. തൻ മുന്നമേ കുടുംബപരമായി തന്നെ ഉണ്ടായിരുന്ന ബിസിനസ് ഉണ്ട്. മാതാപിതാവും ഇവരെ ഒരുമിച്ച് നടത്തിക്കൊണ്ടിരുന്ന ആ ബിസിനസ്സുകളും അതിലേക്കും തകർച്ചകളാണ് വന്നത്. വിശ്വാസ ജീവിതത്തിൽ താൻ കടന്നു വന്നപ്പോ ഇങ്ങനെയോ തന്റെ ജീവിതത്തിൽ നിന്ന് ചിന്തിക്കത്തക്ക വിധത്തില് ചില പ്രശ്നങ്ങളിലേക്ക് തന്നെ കടത്തിവിട്ടു. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ആഴങ്ങളും മർമ്മങ്ങളും നമ്മളെ കർത്താവ് പഠിപ്പിച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലായി. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എണ്ണണം എന്നുള്ളതായ സത്യം ഗ്രഹിച്ച് നിൽപ്പാനുള്ള കൃപ കർത്താവ് തന്നു. വലിയ പ്രതിസന്ധിയായി തന്റെ ബിസിനസ് കംപ്ലീറ്റ് ആമേൻ. ഹല്ലേലൂയ പൂർണ്ണമായി നിർത്തേണ്ടതായ ചില സന്ദർഭങ്ങളിലേക്ക് തന്നെ നടത്തുവാനിടയായി. വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം ആ പ്രിയമുള്ളവരെ അതിന്റെ പദ്ധതിയും എനിക്ക് മനസ്സിലായി. ഒന്നത് നമ്മളെ തികഞ്ഞവരായി പുറത്തു കൊണ്ടുവരണമെങ്കിൽ, കർത്താവിന്റെ ഹിതത്തിനൊത്തവണ്ണം നമ്മൾ ആയിത്തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടങ്ങളും ഭാരങ്ങളും പ്രതിസന്ധികളും വേദനകളിൽ കൂടി കടത്തിവിടുന്നത് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനാ. ആമേൻ. ഹല്ലേലൂയ. നന്മകൾ തന്ന് നമ്മളെ കൊണ്ടുപോയാൽ ഹല്ലേലൂയ നന്മയുടെ പുറകെ നാം കടന്നു പോകും. ഇതിന്റെ സത്യങ്ങളെല്ലാം കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ തന്റെ മാനസാന്തരം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഒരു കുഞ്ഞാടിനെ പോലെ താൻ സമർപ്പിക്കപ്പെട്ടതായതുകൊണ്ട് കടന്നു വന്നതായ പ്രശ്നങ്ങളുടെ നടുവിലും കർത്താവിനെ മുറുകെ പിടിച്ച് നിൽക്കുവാനുള്ള കൃപ കർത്താവ് നൽകുവാനിടയായി. സ്തോത്രം. അങ്ങനെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവില് മുഴങ്കാലിലും ദൈവത്തോട് പ്രാർത്ഥിച്ചും ആരാധിച്ചും തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഇടയായി. സന്തോഷകരമായ ജീവിതത്തിൽ അല്പമല്ലാത്ത പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ദൈവം തന്ന് ഞങ്ങളെ നടത്തിക്കൊണ്ടുവരുവാനിടയായി. അഭിനത്തേത് എനിക്ക് ഒരു മകനെ കർത്താവ് ദാനമായി തന്നു. ആ പൈതന്റെ ജീവിതത്തിൽ അവന്റെ 6, 7 അവൻ ക്ലാസ്സുകളിൽ കുഞ്ഞു പഠിക്കുന്ന സമയങ്ങളിൽ അവന്റെ ശരീരത്തിന് അല്പമല്ലാത്ത കഷ്ടങ്ങൾ കടന്നു വരുവാനിടയായി. രോഗമോ എന്ന് ചോദിച്ചാൽ അവന് കിടക്കയിൽ എണീപ്പാൻ കഴിയാത്ത ചില വേദനയാ. എന്താണത്? ഡോക്ടേഴ്സിനെ എല്ലാം മാറി മാറി കാണിച്ചു. എല്ലാ ഡോക്ടേഴ്സും നോക്കുമ്പോൾ അവന്റെ ശരീരത്തില് രോഗമൊന്നുമില്ല. സ്തോത്രം. എന്നാൽ കുഞ്ഞിനെ എഴുന്നേൽക്കണമെങ്കിൽ മറ്റുള്ളവർ താങ്ങിക്കൊടുക്കണം, അവന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ നമ്മൾ താങ്ങിക്കൊടുക്കണം. ഇങ്ങനെ ഡോക്ടേഴ്സ് എല്ലാം അവന്റെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെല്ലാം നോക്കുമ്പോൾ ഇവന് അസുഖമൊന്നുമില്ല, അസ്ഥിക്ക് പ്രശ്നമൊന്നുമില്ല, ഒന്നും കാണാനില്ലാത്ത ചില അനുഭവങ്ങളാ. എന്നാൽ ഹല്ലേലൂയ പിന്നത്തേതില് അന്ന് മെഡിക്കൽ കോളേജിലെ മുതിയ ഡോക്ടറായ ഡോക്ടർ ശർമ്മയെ കൊണ്ട് കാണിപ്പാനിടയായി. അദ്ദേഹം എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ട് പറഞ്ഞു ഇവൻ അസുഖങ്ങൾ ഒന്നുമില്ല, പക്ഷേ ഇവന്റെ വേദന ഒരു പെയിൻ കില്ലർ മാത്രം തന്നിട്ട് പറഞ്ഞു വേദന വരുമ്പോൾ ഇവനത് കൊടുത്താൽ മതിയെന്ന്. മറ്റു രോഗമൊന്നുമില്ലെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇവനെ വെയിറ്റിട്ട് കിടത്തേണ്ട കാര്യമില്ല, മറ്റു അസുഖങ്ങൾ ഒന്നുമില്ലാത്ത കുഞ്ഞിനെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നിങ്ങള് പെയിൻ കില്ലർ കൊടുത്താൽ മതി, മസിൽസിന്റെ വല്ല വേദനയായിരിക്കും അവർ. എന്നാൽ പക്ഷേങ്കില് നമുക്കൊന്നറിയാം ഇവൻ കിടക്കയിൽ കിടന്നാൽ തിരിഞ്ഞു കിടക്കത്തില്ല, എഴുന്നേൽക്കണമെങ്കിൽ നമ്മൾ താങ്ങിക്കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടി ഞങ്ങൾ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി. ആ സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാനും അന്ന് ഞങ്ങള് ഇങ്ങനെ വിഷമത്തിലിരിക്കും, ഇതുപോലെ കുഞ്ഞു വിഷമത്തിലിരിക്കുന്ന സമയത്താ അദ്ദേഹം കടന്നു വന്ന് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇവിടെ എന്താ? അദ്ദേഹം നമ്മളെ പേഴ്സണലായിട്ട് അറിയുന്ന ഒരു ദൈവദാസനല്ല. അദ്ദേഹം അതിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ വിശ്വാസ കുടുംബമായതുകൊണ്ട് അതിന്റെ വീട്ടിലെ സഹായത്തിൽ നിൽക്കുന്ന ഒരു ചേച്ചിയുടെ പാസ്റ്റർ ആയിരുന്നത് കൊണ്ടും അദ്ദേഹം അതുവഴി വന്നതാണ്. സ്തോത്രം. അങ്ങനെ അദ്ദേഹം കടന്നു വന്ന വിഷയങ്ങള് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവന് വേണ്ടി പ്രാർത്ഥിച്ച് അന്ന് ആ കുഞ്ഞ് കിടക്കയിലായിരിക്കുമ്പോൾ അവന് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിച്ചു. ആ ക്ഷണത്തിൽ അവനെ അലട്ടിയ രോഗം അവനെ വിട്ടുമാറുവാനിടയായി. ഇന്ന് 39 വയസ്സുണ്ട് പ്രിയമുള്ളവരെ, ഇന്നുവരെയും ആ രോഗം അവനെ അലട്ടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ പ്രശ്നമാണ്. സ്വർഗത്തിലെ ദൈവം അത്ഭുതമായി വിടുവിച്ചു. കഷ്ടങ്ങളുടെ കൂമ്പാരം ജീവിതത്തിൽ കടന്നു വന്നു. പ്രിയമുള്ളവര്, പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ കഴിയാത്തതുപോലുള്ള വിഷയങ്ങൾ കടന്നു വന്നു. അവിടെയെല്ലാം ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് വിടുവിപ്പാനിടയായി. അത്ഭുത രോഗശാന്തി കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പിന്നെയും ചില രോഗങ്ങളാൽ അവൻ ബാധിതനായി. മുന്നോട്ടുള്ള സാഹചര്യങ്ങൾ പിന്നെയും ചില രോഗങ്ങളാൽ അവൻ ബാധിതനായി. മരണത്തിന്റെ താഴ്വരയോളം കുഞ്ഞ് കടന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായി. അവിടെ സ്വർഗത്തിലെ അപ്പന്റെ കരം നീട്ടി അതിനെ വിടുവിപ്പാനിടയായി. ഇത്രത്തോളം ദൈവം കൊണ്ടുവന്ന വഴികൾ ഓർത്താ എത്ര നന്ദി പറഞ്ഞാലും മതിയാകെയില്ല പ്രിയമുള്ളവരെ. അത്ഭുത രോഗശാന്തിയോടുകൂടി ഇന്നുവരെ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ കർത്താവിനെ നിർത്തുന്ന എന്റെ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങൾ
കടന്നു വന്നു. ആമേൻ ആമേൻ മുൻ ജീവിച്ചിരിക്കയില്ല എന്ന് വരെ ശത്രു വിധി എഴുതിയ അനുഭവങ്ങൾ കടന്നു വന്നു. എന്നാൽ അതിന്റെ നടുവിലൊക്കെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബജീവിതം കൊടുത്ത് തലമുറകളെ ദാനം നൽകി ഐശ്വര്യമായി ദൈവം അനുഗ്രഹിച്ച് നടത്തുന്നു. പ്രിയമുള്ളവരെ, കഷ്ടങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലുണ്ട്, ജീവിത ബന്ധാവുകളിലുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് എണ്ണി ഓരോ ദിവസവും നടത്തുവാൻ കർത്താവ് ഇടയാക്കും. ഇന്നും വിശ്വാസ ജീവിതത്തിലാണ് പ്രിയമുള്ളവരെ ഞങ്ങൾക്ക് ജീവിക്കുന്നത്. എന്ന പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല, പ്രതിസന്ധികൾ ഇല്ലെന്നല്ല, പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല. സ്തോത്രം. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരുത്താത്ത ദൈവം, നേരോടെ ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവര്, വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാത്തൊരു ക്രിസ്തീയ ജീവിതം ഇല്ല. പ്രിയമുള്ളവര്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞതാണ്. എന്നാൽ അതിന്റെ നടുവില് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം നമുക്ക് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഓരോ ദിവസങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ട് ഓരോ നിമിഷങ്ങൾ ദൈവ പ്രവൃത്തികളെ കണ്ടു മുന്നേറുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. രോഗങ്ങളും കഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വന്നു. ബാധ്യതകളും ഘട്ടങ്ങളും ഘട്ടഭാരങ്ങളും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ സ്തോത്രം ചെറിയ തോതിലൊന്നുമല്ല പ്രിയമുള്ളവര് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നടിച്ചത്. പരിഹരിപ്പാൻ കഴിയാത്തതുപോലെയുള്ള കടഭാരങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നത്. അതിൽ പിടിച്ചു നിൽപ്പാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് വന്നത്. ബാങ്കിലെ ലോണുകളെ പ്രശ്നങ്ങൾ കടന്നു വന്നു. അങ്ങനെയൊക്കെ കേസുകളാക്കി തീർക്കുന്ന വിഷയങ്ങൾ വന്നു. അവിടെയെല്ലാം ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മൾ അറിയാത്തതായ വിധത്തിലാണ് വിഷയങ്ങൾക്ക് നീക്കുപോക്കുകൾ ദൈവം തന്നത്. അങ്ങനെ അത്ഭുതകരമായി ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടുവരുവാൻ ഇടയായി. ഇന്ന് ഹല്ലേലൂയ ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് എനിക്ക് ലാഭമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ജീവിക്കുന്ന നാളുകൾ യേശുവിന് വേണ്ടി ജീവിച്ച് യേശുവിൽ മറയുവാൻ കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ലോക ജീവിതം എന്ന് പറയുന്നത് സുഖ സമൃദ്ധ മാത്രമല്ല, പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതും കൂടിയാണ്. എന്നാൽ അതിന്റെ പരിഹാരം യേശുവിൽ മാത്രമാണ്. ഒരു താഴ്വരെ കൂടി കടന്നുപോയാൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. എന്താണ് കൂരിരു താഴ്വര പ്രിയമുള്ളവര്? ഇരുളടഞ്ഞ അനുഭവങ്ങള്, വേദനകൾ നിറഞ്ഞ അനുഭവങ്ങള്, മരണത്തിന്റെ താഴ്വരകള് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ കടന്നാൽ ഞാൻ നിർഭയമായി ഭയപ്പെടാതെ നമ്മൾ ഇരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മോടുകൂടെ ഇരിക്കുന്ന ഒരുവൻ നമ്മോടുകൂടെ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ആശ്രയം യേശുവിലെങ്കിൽ നമ്മുടെ സകല പ്രശ്നത്തിനും പരിഹാരകൻ യേശുവായിരിക്കും. പ്രിയമുള്ളവരെ, സ്തോത്ര. ഇത് അനുഭവ സാക്ഷ്യം മാത്രമായതുകൊണ്ടാണ് എന്റെ സാക്ഷ്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായി ദൈവം ഓരോ ദിവസവും ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ ഇടയാകുന്നു. കുടുംബമായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കുന്നു. വിടുവിച്ച ദൈവത്തെ ഉയർത്തുവാൻ കർത്താവ് സഹായിക്കുന്നു. കുടുംബത്തെ ഹല്ലേലൂയ ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തുന്നു. കുടുംബമായി ദൈവത്തെ സേവിച്ചും ആരാധിച്ചും മുന്നേറുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏതെങ്കിലും പ്രതിസന്ധിയിലോ പ്രതികൂലങ്ങളിലോ പ്രശ്നങ്ങളിലോ ഭാരങ്ങളിലോ നിരാശകളിലോ വേദനകളിലോ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹല്ലേലൂയ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരിക. ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. ഈ യേശുവിൽ കൂടിയുള്ള വിടുതൽ നിങ്ങൾ ഏറ്റെടുക്കുക. പ്രൈസ് കർത്താവിൽ നിന്ന് പൂർണ്ണ വിടുതൽ ലഭിപ്പാൻ ഇടയായി തീരും. എല്ലാത്തിനും പരിഹാരം യേശു. തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നുവെങ്കിൽ തലമുറകളെ വിടുവിച്ചു തരുവാൻ എന്റെ യേശുവിന് കഴിയും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വളരെ വേദന നൽകുന്നത് തലമുറകളിൽ കൂടിയാണ്. സ്തോത്രം. എന്നൊരു പരിഹാരം യേശുവിന്റെ പാദപീഠം മാത്രമാ പ്രിയമുള്ളവര്. ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിപ്പാൻ തയ്യാറായ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും കർത്താവിന്റെ കരം അവരെ വലയം ചെയ്യുവാൻ ഇടയാകും. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുത വിടുതല കുഞ്ഞുങ്ങളെ കാണുവാൻ ഇടയായിത്തീരും. ലോകത്തിന്റെ മ്ലേച്ഛതകളും പാപങ്ങളും നിറഞ്ഞ മീഡിയയുടെ വളരെ അതിപ്രസരമായിരിക്കുന്ന ഈ കാലഘട്ടം, കുഞ്ഞുങ്ങളെല്ലാം അതിൽ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ പാപത്തിന്റെ വഴിയിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ പാപത്തിലേക്ക് വലിച്ചു
കൊണ്ടുപോകുന്ന അനുഭവങ്ങളുടെ നടുവിൽ തലമുറകളെ സൂക്ഷിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ. പിന്നെ പ്രാർത്ഥിക്കുന്ന മാതാക്കൾ ഉണ്ടെങ്കിൽ, കുടുംബമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ വിടുവിച്ചെടുപ്പാൻ കഴിയും നമുക്ക്. ഹല്ലേലൂയ അവരായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് വിടുവിച്ചെടുപ്പാൻ നമ്മെ കൊണ്ട് കഴിയത്തില്ല. എന്നാൽ സർവശക്തനായ കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എങ്കിൽ അത്ഭുതകരമായ വിടുതലുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ച് നേരോടെ നടത്തി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇത്രത്തോളം സമയത്ത് എന്റെ അത്ഭുതമായ നടത്തിയ വിധങ്ങളെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവ് തന്ന സന്ദർഭത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. വളരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഞാൻ വിഷയങ്ങളെയൊക്കെ ഇങ്ങനെ തൊട്ട് പറഞ്ഞു. കടന്നുപോയ അനുഭവങ്ങളുടെ വിശാലമായി നമുക്ക് നമ്മുടെ മുന്നിൽ സമയമില്ലല്ലോ ഓരോ കാര്യങ്ങൾ പറയുവാൻ. എന്നാൽ ഉണ്ടായതായ അനുഭവങ്ങൾ, വിശ്വാസത്തെ നടത്തപ്പെട്ടതായ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന ഹല്ലേലൂയ ആന്റിയോടുള്ള എല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാറാം. പ്രൈസ് ദി ലോർഡ്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം. ഹല്ലേലൂയ. വളരെ വിപുലമായ നിലയിൽ പറയുവാനുണ്ടെങ്കിലും ദൈവം ചെയ്ത ഉപകാരത്തെക്കുറിച്ച് ഇത്ര ചുരുങ്ങിയ വാചകത്തിൽ കർത്താവിന്റെ ദാസി നമ്മുടെ പ്രേക്ഷകരോട് തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാൻ തക്കവണ്ണം ഇടയായി. താൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വാചകം കൂട്ടിച്ചേർത്തു. കർമ്മ ആരാധനകളിൽ നിന്ന് സത്യ ആരാധനയിലേക്ക് വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, കർമ്മ ആരാധനയിൽ നിന്നാൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷം എന്താണെന്നും സത്യാരാധനയിലേക്ക് കടന്നു വന്നാൽ ലഭിക്കുന്ന സന്തോഷം എന്താണെന്നും വ്യക്തമായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു അനുഭവ സാക്ഷ്യമാണ് ഈ പകലിൽ കർത്താവ് നമ്മളെ കേൾപ്പിച്ചത്. മാത്രമല്ല, ജീവിതത്തിന്റെ വിവിധ നിലകളിലൂടെ കഷ്ടങ്ങളുടെ അനുഭവങ്ങളുടെ ഒരു പട്ടിക തന്നെ തന്റെ മുൻപിൽ വരച്ചു കാണിപ്പാനിടയായി. അതേ കർത്താവിന്റെ ദാസി ഇങ്ങനെ പറഞ്ഞു: വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് താൻ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, പ്രിയപ്പെട്ടവരെ, കഷ്ടതയെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും തളർന്നു പോകുകയില്ല. ഒരുവൻ ദൈവഭാഗത്ത് കടന്നു വന്നാൽ അവന്റെ കഷ്ടത തീർന്നു എന്നുള്ളതല്ല, മറിച്ച് അവന് കഷ്ടത പിന്നെയും ഉണ്ടാകും, തീയുടെ അനുഭവം ഉണ്ടാകും, അവിടെ ജീവിതത്തിൽ വിവിധതരമാകുന്ന ഭാരങ്ങൾ ഉണ്ടാകും, ലൗകിക ചുറ്റുപാടുകളെല്ലാം ചിലപ്പോൾ അനുയോജ്യമായി വന്നു എന്നുണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, കഷ്ടതകളിൽ പോരാട്ടം കഴിക്കേണ്ടി വന്നാലും ഹല്ലേലൂയ നമുക്ക് കൂടെ വാഴുവാൻ ഇടയാകും. ആദിമ ഭക്തന്മാർ വളരെ കഷ്ടതയിൽ, ആദിമ നൂറ്റാണ്ടിൽ ദൈവഭക്തന്മാർ അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി, അല്ലേ? നമുക്കറിയാം, അവരൊക്കെ കടന്നുപോയ മേഖലകളിലും പാതകളിലും ദൈവകൃപ കൂടെയിരുന്നു. ഞാൻ ഇങ്ങനെ ഒരിക്കലും ഒരു ദൈവദാസന്റെ കഥ ഇങ്ങനെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഒരു മിഷണറി വീരനായിരുന്നു അദ്ദേഹം. വളരെ പോരാട്ടങ്ങളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നു. അനേക കഷ്ടതകളിലും പീഡനങ്ങളിലൂടെ താൻ കടന്നു പോകേണ്ടി വന്നു. ഒരിക്കല് വളരെ വലിയ ഒരു ജലപ്രളയം ഉണ്ടായി. ആ ജലപ്രളയത്തിൽ തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. താൻ ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് ദൈവമേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ വയനാട്ടിൽ ഉണ്ടായതായ ജലപ്രളയത്തിലും അപ്രകാരം തന്നെ ഒരു ദൈവദാസൻ തന്റെ കുഞ്ഞുങ്ങളും ഭാര്യയും പിതാവും ലോകത്തുനിന്നും മലവെള്ളപ്പാച്ചിൽ മാറ്റപ്പെടുവാൻ ഇടയായി. താൻ ഒറ്റയ്ക്കായി. എന്നാൽ ദൈവമേ, ഞാൻ ആണോ എന്ന് താൻ ചോദിക്കുന്ന ഒരു ചോദ്യം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയാം, തനിച്ചല്ല, കഷ്ടതയുടെ നടുച്ചുഴിയിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം, നമ്മെ സന്തോഷം മുട്ടിപ്പിക്കുന്ന ദൈവമുണ്ട്. ഞാൻ ഇന്ന് ഈ സാക്ഷ്യത്തിന് മുൻപിൽ എന്റെ പ്രേക്ഷകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയട്ടെ. നാം ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഓരോ കഷ്ടതകൾക്കും ഒരു തുള്ളി കണ്ണുനീരിനും, അഥവാ ഓരോ തുള്ളി കണ്ണുനീരിനും പ്രതിഫലം തരുന്ന ദിനം നമ്മുടെ മുൻപിലുണ്ട്. വിശ്വാസത്തിന് വേണ്ടി പോരാടി നിന്നാൽ നമുക്ക് വിജയം നിശ്ചയമാണ്. വിശ്വാസ വീരന്മാർ നമുക്കത് മാതൃകയായി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, ക്രിസ്തുവിൽ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ പ്രതിഫലത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ സഹിച്ച കഷ്ടത, ഹൃദയവേദന നമുക്ക് മറുപടി നൽകി തരുന്നതാണ്. നാം നേരിട്ടതായ പീഡനങ്ങളും നാം നേരിട്ടതായ പ്രതികൂലങ്ങളും നാം നേരിട്ടതായ പ്രശ്നങ്ങൾക്കും പ്രതിഫലം 1000 മടങ്ങ് മടക്കി തന്ന് നമ്മെ മാനിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അത് ഈ ഭൂമുഖത്ത് നമുക്ക് നഷ്ടമാകുന്നത് ഈ ഭൂമിയിലെ സമ്പത്ത് മാത്രമായിരിക്കും. എന്നാൽ നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ
നിത്യമായ സ്വർഗമാണ്, നമുക്ക് നമ്മുടെ ആത്മാവാണ് നേടിയെടുക്കുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ നന്മകൾ നഷ്ടമായതിനെ ഓർത്ത് വ്യാകുലപ്പെടരുത്. നിന്ന് ആരെങ്കിലും ഈ സാക്ഷ്യം കേട്ടിട്ട് നിരാശപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ സാക്ഷ്യത്തിന് മുൻപാകെ എല്ലാം മടക്കി കൊടുത്തു. എനിക്കറിയാം, ഇന്ന് ഈ കുടുംബത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവം അവരെ വിശ്വാസത്തിന്റെ പാതയിൽ ഇന്ന് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പിന്മാറിപ്പോകാതെ കർത്താവിന് വേണ്ടി ധാരാളമായി അവരാലാവോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് അവരെ മാനിക്കുന്ന വിധങ്ങൾ എന്റെ കണ്ണാലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ ഈ ലോകത്തിലെ മാത്രമാണെന്ന് ചിന്തിക്കുക. അതിന് മറുപടി തരുന്ന ദിനം നമുക്കുണ്ട്. ഈ ലോകത്തിൽ വെച്ച് തന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ കർത്താവ് മാനിക്കും. ഇല്ല എങ്കിൽ നിത്യ തേജസ്സിൽ ഹാലലുയ നമ്മുടെ പ്രാണപ്രിയൻ വരും. അവനോടൊത്ത് ഹാലലുയ പ്രതിഫലം വാങ്ങുന്ന ഒരു ദിനം വിശുദ്ധന്മാരോടൊത്ത് നാമുമായിരിക്കും. ഇന്ന് പകൽക്കാലം അതിനായി പ്രത്യാശിക്കാം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് തന്റെ അനുഭവങ്ങൾ ഓരോന്നോരോന്നായി വചനത്തോടൊത്ത് സാക്ഷീകരിച്ച കർത്തദാസിക്ക് ഞങ്ങളുടെ വചനദീപ്തിയുടെ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെയും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാമത്തിൽ ഞാൻ എന്റെ നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. നമ്മൾ കർത്തദാസിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ നല്ല ദൈവമേ, അങ്ങയുടെ ദാസി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, വിളിച്ചു വേർതിരിച്ചു സത്യാരാധനയിലേക്ക് കൊണ്ടുവന്നു. പലപ്പോഴും കർമാചാരങ്ങൾ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും നേർച്ച കാഴ്ചകൾ കൊണ്ടും വഴിപാടുകൾ കൊണ്ടും നേടിയെടുക്കാമെന്ന് ചിന്തിച്ച സകല കാര്യങ്ങളും കർത്താവെ അത് മിഥ്യയായി തീർന്നപ്പോൾ, അത് കർത്താവെ പ്രതിഫലമില്ലാതായി തീർന്നപ്പോൾ, ദൈവമേ അങ്ങയോട് പ്രാർത്ഥിച്ച് അങ്ങയുടെ പാദപീഠത്തിങ്കൽ കടന്നു വന്നപ്പോൾ സത്യം വെളിപ്പെടുത്തി ജീവിതപാതയിൽ സമാധാനം നൽകി നയിച്ച അനുഗ്രഹീത സാക്ഷ്യം അങ്ങയുടെ ദാസിയിലൂടെ കേൾപ്പിച്ചല്ലോ. അങ്ങയുടെ അഭിഷിക്തിയെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. തുടർന്നും അവിടുത്തെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ആയിരങ്ങൾക്ക് ഒരാശ്വാസവും തണലുമായി ഉപയോഗിക്കണം. കുടുംബമായിട്ട് അനുഗ്രഹിച്ചാട്ടെ. നന്മകളാൽ നിറച്ച് അനുഗ്രഹിക്കും. കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രേക്ഷകരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറന്നു പോകരുത് എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ.